വന്ന് വന്ന് പത്രം പോലും നോക്കാൻ പേടിയായി. പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ 90-കാരിക്ക് വരെ പീഡനം. അധ്യാപകൻ വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കുന്നു, അച്ഛൻ മകളെ പീഡിപ്പിക്കുന്നു. പിന്നെ കൊല, കൊള്ളിവെപ്പ്, തല്ലിക്കൊല്ലല്. എന്തൊക്കെയാ കേൾക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നിരപരാധികൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അല്ല, ഈ ബാലനിതെന്തു പറ്റി? എന്താ ബാല ഇത്? കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. എന്തൊരിപ്പാ. ഞാനും സ്ഥലം മാറി വന്നിട്ട് 2 വർഷം തികയുന്നു. നമ്മുടെ പ്രയാസങ്ങളൊന്നും ആഫീസർമാർക്ക് അറിയണ്ടല്ലോ. പക്ഷേ എന്റെ അവസ്ഥ എന്തു പറയാനാ ബാല? സഹിച്ചല്ലേ പറ്റൂ. ആരായത്? ഹലോ, അതെ. എന്ത്? ഉടനെ വരാനോ? എന്താ കാര്യം? ആരായത്? മോൾക്ക് സുഖമില്ലെന്നോ? എന്റെ മോൾക്ക് സുഖമില്ലെന്നോ? ഞാൻ വരാം. ആരാ ബാല? എന്താ ബാല, എന്തു പറ്റി? എന്റെ മോൾക്ക് തീരെ സുഖമില്ലാന്ന്. എനിക്ക് ഉടനെ നാട്ടിൽ പോണ രവിയേട്ട. എന്റെ മോൾക്ക്, അവൾക്ക് എന്തോ സംഭവിച്ചു. ഒന്നും സംഭവിച്ചിട്ടില്ല. ബാലൻ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അല്ല, എന്തോ സംഭവിച്ചു. അവളുടെ അസുഖം രവിയേട്ടൻ അറിയാവുന്നതല്ലേ. അടുത്ത മാസം ഓപ്പറേഷൻ നടക്കേണ്ട കുട്ടിയാ. ആണും പെണ്ണുമായിട്ട് അവള് മാത്രമേ ഉള്ളൂ. ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിക്കണ്ട. എന്തായാലും ഉടനെ പുറപ്പെട്ടോളൂ. പിന്നെ ഇവിടെ നിന്ന് ട്രെയിനൊന്നും ഇല്ലാന്ന് അറിയാലോ. കവലയിൽ ചെന്നാ ബസ് കിട്ടും. ഏതാണ്ട് പുലർച്ചയോടെ നാട്ടിലെത്താം. ശരി, സമാധാനത്തോടെ ചെല്ലേ. കോഴിക്കടത്ത് ആരോപിച്ച് യുവാവിനെ തല്ലിക്കൊന്നു. ഇതാ അടുത്തത്. കുട്ടിക്കടത്ത് ആരോപിച്ച് യാചകനെ നാട്ടുകാർ നോക്കി നിൽക്കെ മർദ്ദിച്ചു കൊന്നു. ഇവർക്കൊക്കെ ആരാ ഇതിനൊക്കെ ലൈസൻസ് കൊടുത്തത്? വന്ന് മനുഷ്യരിപ്പോ പട്ടിയുടെ വില പോലും ഇല്ലാതായി. ഇതൊക്കെ കണ്ടിട്ട് കുറെ നാട്ടുകാർ. ഒരു ഭാഗത്ത് പശുവിന്റെ പേരിൽ കൊല, മറുഭാഗത്ത് നിരപരാധികളെ തല്ലിക്കൊല്ലൻ. ശരിയാ. ഇന്നാള് ഒരു നടിയെ ട്രെയിനിൽ വെച്ച് കയറി പിടിച്ചിട്ടും മറ്റ് യാത്രക്കാരും പ്രതികരിച്ചിരുന്നില്ല. ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ലല്ലോ. ആർക്കും എന്തോ ആവാം. പ്രതിഷേധ പ്രതികരണമെല്ലാം FB-യിലും ആപ്പിലും ആണല്ലോ. അത് ശരിയാ. പ്രതികരിക്കാൻ അറിയാത്ത കുറെ മോന്മാരാണ് ഈ നാടിന്റെ ശാപം. ഞാൻ വല്ല ആയിരിക്കണം. അവനവന് നോവുമ്പോഴേ വേദനയുടെ സുഖമറിയും. മച്ചാനെ, അത് കറക്റ്റ്. വണ്ടി പറ്റില്ല മച്ചാ. എന്റെ ബാഗ് മോഷണം പോയി. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? എന്റെ ബാഗ് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? എന്റെ പേഴ്സ്, എന്റെ മൊബൈല്. കഴിഞ്ഞ സ്റ്റോപ്പിൽ ഇവിടെ ഇരുന്നവന്മാരാണ്. അവന്മാരെല്ലാരും ആണ്. ഇവരൊക്കെ വേഷം കണ്ട തോന്നു. ചേറ്റകള്.
ബസ് ബ്രേക്ക് ഡൗൺ ആയി. എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം. അയ്യോ, ഒന്ന് പെട്ടെന്നാവട്ടെ. എന്റെ മോള് ശരിയാവാ 2-3 മണിക്കൂറെങ്കിലും എടുക്കും. നാശം പിടിക്കാനായിട്ട് ഇതിപ്പോ എത്ര സമയമായി വരുന്നത്? മാഷേ, എനിക്കിപ്പോ അത്യാവശ്യമായിട്ട് ശിവപുരത്ത് പോയേ പറ്റൂ. എന്താ ഒരു മാർഗം? ഇവിടുന്ന് കുറച്ച് നടന്ന ഒരു കവലയുണ്ട്. അവിടെ നിന്ന് വല്ല ജീപ്പ് കിട്ടിയാ കിട്ടി. പിന്നെ കുറച്ച് ദൂരല്ലേ ഉള്ളൂ. വലിയ ഉപകാരം. ശരി. അവന്റെ കാര്യമൊക്കെ അവൻ നോക്കിക്കോളൂടാ. നീ ഇത് ചുമ്മാ ഇരുന്നാ മതി. മനസ്സിലായില്ലേ? ബാക്കി കാര്യമെല്ലാം ഞാൻ ഏറ്റുന്നു. ഇത് കിഴക്കൻ പഴമാണെന്ന് തോന്നുന്നു. തന്നെ ചേട്ടാ, ഇവിടുന്ന് ജംഗ്ഷനിലേക്ക് ഒത്തിരി ദൂരമുണ്ടോ? വടക്കോട്ട് കുറച്ചുകൂടെ നടക്കേണ്ടി വരും. കുറച്ച് വെള്ളം തരോ? 20ന്റെ കുപ്പി വേണോ 30ന്റെ കുപ്പി വേണോ? അല്ല, കുടിക്കാൻ ഇച്ചിരി വെള്ളം തരോന്ന്. ഇവിടെ വേറെ വെള്ളമൊന്നും ഇല്ല. വെള്ളം കക്ഷി എവിടെയും കണ്ടിട്ടില്ലല്ലോ. ഇത് കണ്ടിട്ടൊരു കള്ള ലക്ഷണമുണ്ട്. പകല് വീടുകൾ നോക്കി വെച്ചിട്ട് മോട്ടിക്ക് ഇറങ്ങുന്ന ടീമുകളായിരിക്കും. ശരിയാ കണ്ടിട്ടൊരു കള്ള ലക്ഷണമുണ്ട്. അതല്ലേ ഞാൻ വെള്ളം കൊടുക്കാത്തത്. അത് നന്നായി. വെള്ളം ഇല്ലെന്ന് പറഞ്ഞപ്പോ അവന്റെ ഒരു നോട്ടം. ഓ, ഇതെന്തോ തട്ടിപ്പ് കേസായിരിക്കും. കഴിഞ്ഞ ആഴ്ച പുത്തമ്പറമ്പിലെ ഭാസ്കരേട്ടന് മോനെ തട്ടിക്കൊണ്ടുപോകാൻ നോക്കിയതും ഏതാണ്ട് ഇതേപോലെ ഒരുത്തനാ. പക്ഷെ അവന് നല്ല താടി ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഒരുത്ത ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. ഇവനാണോ എന്നൊരു സംശയം. കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട്. മനുഷ്യന് സമാധാനമായി കച്ചവടം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ശശിയേട്ടാ, എന്നാ പിന്നെ ചോദിച്ചിട്ട് എന്നെ കാര്യം. ഇവിടെ ഒന്നും ഒരുത്തനും കക്കാനും തട്ടാനും നോക്കണ്ട. വരികടാ. അല്ല പിന്നെ ഇനി എന്തൊക്കെ നടക്കാൻ പോണോ? വാടാ, ഒന്ന് ആഞ്ഞി നടക്കടാ. അവൻ എന്താണെന്ന് അറിഞ്ഞിട്ട് എന്നെ കാര്യം. വാടാ. അവന്റെ ഒരു നടപ്പ് കണ്ട. വാടാ. ഒന്ന് അനങ്ങി നടറാ. ആരടാ നീ? അയ്യ, ഞാൻ നീ ഒന്നും പറയണ്ട. നമ്മളെ കഷ്ടകാലം. എന്താണ് ഇത്? എന്തോ അടിപൊളി കേസാ. ഒരുത്തിനെ എടുത്തിട്ട് ഒരിക്കയാണല്ലോ. ശരിയാ, ഇതിങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല. പിന്നെ നാളെ നമ്മളും ഇതിന് സാക്ഷി പറയേണ്ടി വരും. പിന്നെ കോടതി കയറാൻ സമയം കാണും. അതുകൊണ്ട് ഇനിയൊന്നും നോക്കണ്ട. മച്ചാനെ തിരിഞ്ഞു ഇതായിരുന്നു അതിന്റെ പ്ലാൻ. എന്റെ ധൈര്യം കൂടെ പോയാളിയാ. ഓട് ഓട്. ഇനിയും വൈകിപ്പിക്കണോ? ബോഡി മോർച്ചറിയിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. ശരിയാണ്, ആശുപത്രിയിലേക്കാണെങ്കിൽ കുറച്ച് ദൂരമുണ്ട്. ഈ ബാലൻ എവിടെ പോയി കിടക്കുക?
ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ്. ഓഫീസിൽ അന്വേഷിച്ചപ്പോ ഇന്നലെ പുറപ്പെട്ടെന്നാ പറഞ്ഞേ. മോക്ക് തീരെ സുഖമില്ലെന്നാ ബാലനോട് പറഞ്ഞു. പക്ഷേ ആകെയുള്ള ഒരു മോളായിരുന്നു, അവളായിരുന്നു ബാലന്റെ പ്രതീക്ഷ. പക്ഷേ വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ലല്ലോ. മോളുടെ അസുഖം ബാലിനെ വല്ലാണ്ട് തളർത്തിയിരുന്നു. അതിനിടയിലാണ് ഈ സ്ഥലം മാറ്റം. എന്തായാലും ബോഡി മോർച്ചറിയിലേക്ക് മാറ്റാം. നമ്മുടെ മോള്, നമ്മുടെ മോള്, അമ്മു, അമ്മു. ഇതേതാ വട്ട് കേസാണെന്നാണ് തോന്നുന്നത്. എന്തോ ആക്സിഡന്റ് കേസെന്നാ തോന്നുന്നത്. നമുക്ക് ആശുപത്രിയിലൊന്നും കൊണ്ടുപോയാലോ? നമ്മളെന്തിനിടപെടണം? അതൊക്കെ പോലീസ് നോക്കിക്കോളും. വെറുതെ എന്തിനാ പുലിവാല് പിടിക്കുന്നത്? അത് ശരിയാ. മോളെ, എന്റെ മോളെ, 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 മോളെ. മതി തീരുവോളം കാണാതെ നീ കാണാമറയത്ത് പോയതെന്തേ ഓമലേ